ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തുലാവർഷം കേരളത്തിൽ ഇന്നു മുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും തുലാവർഷത്തോടൊപ്പം എത്തുന്നതോടെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ അതിശക്തമായ മഴയും മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ്. ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് കടൽ ഉൾവലിഞ്ഞത്. MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ ജനങ്ങളും പ്രദേശവാസികളും എല്ലാം ആകെ ആശങ്കയിലായിരിക്കുകയാണോ ഇപ്പോൾ? കാരണം ഇന്നലെ പലയിടങ്ങളിലും കോഴിക്കോട് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് പലയിടത്തും പക്ഷേ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം. അനീഷ്, ഒരു നിമിഷം, അനീഷിന്റെ ഓഡിയോ ക്ലിയറായി നമ്മളിലേക്ക് എത്തുന്നില്ല. എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഈ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അനീഷ്, വേഗം അനീഷിലേക്ക് മടങ്ങിയെത്താം. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ഈ കടൽ ഉൾവലിഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ടായത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ പോലും ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ് തുടരുന്നത് എന്നതാണ് ആശങ്കാജനകമായി തുടരുന്ന സാഹചര്യം. MS അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, കേൾക്കാമോ? അനീഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിഭാസത്തിൽ വലിയ ആശങ്കയിലാണ് സ്വാഭാവികമായും പ്രദേശവാസികളും ജനങ്ങളും എല്ലാവരും. അവിടെ ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തടിച്ചുകൂടിയ ആളുകളെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് കടൽ ഇത്തരത്തിൽ ഉൾവലിഞ്ഞത്. പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ് കടൽ ഉള്ളത്. അനീഷ്, തുടരാം. തീർച്ചയായും ആര്യ, അങ്ങേയറ്റം അപൂർവകരമായ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അത്ഭുതകരമായ പ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ ഏതാണ്ട് 10 വലിയൊരു ഭാഗം ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ദൂരത്തോളം ഉൾവലിഞ്ഞ സ്ഥിതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തുള്ള ഈ ഭാഗം മാത്രം, അതായത് ഒരു 500 മീറ്റർ ദൂരത്തോളമാണ് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലാവാത്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കരയിൽ വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഒപ്പം ഒരു ഭാഗത്ത് ഈ ഇതിന്റെ സൗത്ത് ബീച്ചിന്റെ ഒരു ഭാഗത്ത് തിര കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിര എത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധേയം. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അവരൊക്കെ ഇന്നലെ വൈകിട്ട് മുതൽ ഇത് അറിയുന്നുണ്ട്. രാവിലെ നടപ്പുകാരായൊക്കെ സ്ഥിരം ബീച്ചിലെത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ പലപ്പോഴും സ്ഥിരമായി കാണാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ശ്രദ്ധയിൽപ്പെട്ടോ ഇത്? ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് രാവിലെ വന്ന സമയത്ത്. ഈ ബീച്ചിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ്? സ്ഥിരം വരുന്ന നടക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ. ഇന്നലെ പെട്ടെന്ന് കുറെ അധികം ദൂരം പോയായിരുന്നു. ടിവിയിൽ കണ്ടതാണ്. പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോഴാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പേ അങ്ങേ സൈഡിലുണ്ടായിരുന്നു. ഇതേപോലെ കുറച്ച് വലിഞ്ഞു പോയിട്ട് കടലിൽ സൈലന്റ് ആയിരുന്നു. ഇതിപ്പോ ഈ ഭാഗത്ത് മാത്രം തീരത്തേക്ക് വരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, കുറച്ച് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന്റെ അവിടുന്ന് കുറച്ചും കൂടെ ഭാഗത്തേക്ക് കയറി വരുന്നുണ്ട്. മുമ്പ് കുറച്ചൊക്കെ ഉള്ളോട്ടായിരുന്നു, കുറെ കൂടെ ഇറങ്ങിയായിരുന്നു. മാറി മാറി വരുന്നുണ്ട്. ഇതിപ്പം നോക്കുമ്പോ തന്നെ 2 ഭാഗത്തും അപ്പുറത്തും തിരയുണ്ട്. പക്ഷെ ഈ ഒരു മേഖലയെ മാത്രം തിരയില്ല. ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ചെളി കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നതാ. ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷയില്ല, ഇങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതിപ്പോ കല്ലായി പോയ പോലെ തോന്നിപ്പോ നമുക്ക് വന്നതാണ്. കണ്ടില്ല, കടലാന്ന് പറയില്ല, അറിയില്ല. നോക്കി കണ്ടില്ല, അത്രയും വളരെ തിരടിക്കുന്ന ഏതോ ദൂരത്താ. ഓക്കെ, ഇന്നലെ 10 മണി തൊട്ടേ ഏകദേശം ഇതൊരവസ്ഥയായിരുന്നു. ആ ഭാഗത്തൊക്കെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഇതുപോലെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ തീരെയില്ല അല്ലേ? അതെ, തീരെ ഇല്ല. ചെളിയും ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തന്നെ നിൽക്കുന്നു.
ഇത് പതിവായിട്ട് ഇങ്ങനെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെ പതിവായിട്ട് വരാറൊന്നുമില്ല. ഇത് റയറായിട്ട് വന്നൊരു സംഭവമാണിത്. ഇന്നലെ പിന്നെ പോലീസും ഒക്കെ വന്നിട്ട് എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത്. അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ? രാത്രി ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ രാവിലെ ആയപ്പം ഏകദേശം ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ, ആ ഭാഗത്ത് ക്ലിയർ ആയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? മീൻ പിടിക്കുന്ന വലട്ട് പിടിക്കുന്ന ആൾക്കാർ സ്ഥിരം ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ കണ്ടിട്ടൊന്നുമില്ല അവര്. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വൈക്ക് ഒരൊറ്റൊന്നുമില്ല, എല്ലാരും പോയി പേടിച്ചു ഓടിയാതെന്ന് അറിയില്ല. എന്താ സംഭവിക്കുന്ന അറിയില്ല. എന്താണെന്നറിയില്ല. എല്ലാവർക്കും ഭയമുണ്ട്. സംഭവം ഈ ചെളി പോലെ ഞങ്ങളുടെ ഇറങ്ങാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥ. ചിലടിക്കുന്ന ചെളിയാണ് അടിക്കുന്നത്. ഇതൊക്കെ ചിലടിക്കുന്ന കണ്ടില്ലേ? ചെളി പോലെ ചെളി അടിക്കുമ്പോൾ അടിക്കുന്ന ഇപ്പം അത്രയും ദൂരം. അറിയാം, അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ തിരകൾ എത്തുന്നെങ്കിലും അവ തീരത്തേക്ക് പൂർണ്ണമായും എത്താത്തൊരു സാഹചര്യം. ഇപ്പോഴാണ് ഈ മേഖലയിൽ കുറച്ചെങ്കിലും ആ തിര പ്രത്യക്ഷമായതൊപ്പം കറുത്ത കളറാണ് ആ തിര അടിക്കുമ്പോൾ ഉള്ളത്. പൂർണ്ണമായും ചെളിയാണ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തോളം ഇപ്പോഴും ഈ കനത്ത ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നേരത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞതുപോലെ കല്ലായിപ്പുഴയുടെ ഓരത്തൊക്കെ ചെന്നാൽ ഈ ചെളി അടിഞ്ഞ് നിൽക്കുന്നത് കൂടിയിരിക്കുന്നത് കാണാം. അത്തരത്തിലാണ് ഇപ്പോൾ വലിയ തോതിൽ ചെളി മാത്രം. സാധാരണ ഈ നൂരാപതയൊക്കെയായാണ് കടൽ അടിച്ചു കയറുന്നത് തിരയായി. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു ചെളി മാത്രം കരയിലേക്ക് അടിച്ചു കയറുന്നത്. ഇപ്പോഴാണ് ചെറിയ തോതിലെങ്കിലും ഈ ഭാഗത്ത് വെള്ളത്തിനൊരു അനക്കം, തിരയിളക്കം പ്രത്യക്ഷമായി തുടങ്ങുന്നത്. ഇത്രയും നേരം ഏതാണ്ട് ഈ ഒരു 500 മീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 1/2 കിലോമീറ്ററിലധികം ദൂരത്തോളം യാതൊരു അനക്കവുമില്ലാതെയാണ് കടൽ കടന്നത്. ഇപ്പോഴാണ് ചെറിയ തരത്തിലെങ്കിലുമുള്ള ഒരു അനക്കം കടലിൽ പ്രത്യക്ഷമാവുന്നത്. എന്തായാലും കടലിന്റെ ഒരു ഭാഗം, ഈ സൗത്ത് ബീച്ചിന് തന്നെ ഒരു ഭാഗം വളരെ സജീവമായി നിൽക്കുമ്പോൾ മറുവശത്ത് ഒരു അനക്കവുമില്ലാതെ നിൽക്കുന്ന കാഴ്ച. ഈ രാവിലെയൊക്കെ ഒരുപാട് നടപ്പുകാരുള്ള സ്ഥലമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇത് നല്ല ചെളിയല്ലേ? നല്ല ചളിയാ. ചെളി എന്ന് പറഞ്ഞാൽ ചളി മാത്രമല്ല ഇതിന്റെ അകത്തുണ്ടാവുക. കുറെ നേരം കൂടി ഒരു ഉണ്ടോ ഈ രീതിയിലാണ്. അതായത് ഇത് ചളി മാത്രമല്ല ഉണ്ടാവും സാർ. ഇതിന്റെ അകത്ത് കുറെ പിന്നെ നമ്മളെ ഗോൾഡ് നാണയങ്ങള് മറ്റെല്ലാം ഉണ്ടാവും. സാധാരണ രീതിയിൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നല്ലോ, പല ആളുകളും, ഫാമിലീസ്, കുട്ടികള്, അവരുടെ ആഭരണങ്ങള് മറ്റും ഉണ്ടാവും ഇതിന്റെ അകത്ത്. ഇത് കഴിഞ്ഞാല് ജനങ്ങൾ ഇറങ്ങും, പെറുക്കാനിറങ്ങും. അങ്ങനെ പല സാധനങ്ങളുണ്ടാവും, വില പിടിച്ച സാധനങ്ങളുണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും ഇവിടെ. തിരക്കായിരിക്കും. മീനിനേക്കാളും കൂടുതലായിട്ട് തിരക്കായിരിക്കും പെറുക്കാൻ, ഗോൾഡ് പെറുക്കാൻ. അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ മുമ്പുണ്ടായിരുന്നു, ഇതേപോലെ ഉണ്ടായിരുന്നു. എത്ര നാൾ മുമ്പാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടായത് ഓർക്കുന്നത്? ഞാൻ ഓർക്കുന്നത് ഒരു 5 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ പൂർണ്ണമായിട്ട് കടലിറങ്ങി ഉണ്ടായിരുന്നു. ആര്യ, അതാണ് നമുക്കിപ്പോ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ നിന്ന ഇടത്തേക്ക് ഇപ്പോഴാണ് കുറെ അധിക നേരം കൂടി കടൽ ഇപ്പോഴാണ് എത്തിയത്. കട്ട ചെളിയാണ്. ഒപ്പം ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാധനങ്ങൾ, ചില ഞണ്ടിന്റെ അങ്ങനെയൊക്കെ ഈ കരയിലേക്ക് അടിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇതൊരു ആളുകൾ പിന്നീട് ഇവിടെ തടിച്ചുകൂടും. കാരണം ഈ സാഹചര്യം കഴിഞ്ഞ് കടൽ പൂർവ്വസ്ഥിതിയിലേക്കൊക്കെ ആയി നീങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആളുകൾ എത്തും. കാരണം ഒരുപാട് സാമഗ്രികളൊക്കെ കിട്ടും. നേരത്തെ അദ്ദേഹത്തിന് അനുഭവമുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് മണിക്കൂറുകൾ കൂടിയാണ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു തിര അടിച്ച് കരയിലേക്ക് വരുന്നത്. ഇപ്പോഴും പൂർണ്ണമായും തിരകൾ കരയിലേക്ക് അടിക്കുന്ന സാഹചര്യമില്ല. നമുക്ക് നോക്കിയാൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ഭാഗം നിശ്ചലമായി നിൽക്കുമ്പോൾ മറുവശത്ത് കടൽ ശക്തമായി തിരയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മുതൽ ഏതാണ്ട് പുലിമുട്ട് നിൽക്കുന്ന ഭാഗം വരെ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും കൂടുതൽ ആളുകൾ ആ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചകൾ കാണാൻ. അനീഷ, ഈ തിര ഒരു ഭാഗത്ത് തീരം തൊടാതെ നിൽക്കുന്നു എന്ന് കാണുന്നത് തന്നെ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട്. ഈ സമുദ്ര ഗവേഷണ വിദഗ്ധരൊക്കെയും ഈ സംഭവം പഠിക്കുന്നുണ്ടോ, വിലയിരുത്തുന്നുണ്ടോ, അവിടേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പഠനം നടക്കും ഒരുപക്ഷെ. കാരണം ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനൊക്കെ ഇന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഈ ഓറഞ്ച് അലേർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. തുലാവർഷം എത്തുന്നു സംസ്ഥാനത്തേക്ക് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം എന്തെങ്കിലും ഈ പ്രകൃതിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ വർഷക്കാലവുമായി ബന്ധപ്പെട്ട, തുലാവർഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കേണ്ടി വരും. കാരണം ഒറ്റ നോട്ടത്തിൽ ഒരു കൗതുകമുള്ള കാഴ്ചയാണ്. കാരണം ഒരേ കടൽ, ഒരേ തീരം, ഒരേ ആകാശം, പക്ഷെ അവിടെ തിരകളുടെ കാര്യത്തിൽ മാത്രം വ്യത്യാസം അല്ലെ? അങ്ങനല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും
ഇത് കടല് പരമാവധി കുറെ ഒരു 1/2 കിലോമീറ്ററോളം ഉള്ളോട്ട് പോയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത് വാവിനെ അടുപ്പിച്ച് വരുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. എത്ര വർഷം മുമ്പാണ് നേരത്തെ കണ്ടിട്ടുള്ളത്? അത് 2 വർഷം മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ കാണുമ്പോൾ നമ്മൾ ആ വശത്ത് തിരയുണ്ട് അല്ലെ, നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ ചേറ് അടിഞ്ഞിട്ട് ഇതിങ്ങനെ മറ്റേ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നീ പോവുകയാണ്. ഫസ്റ്റ് ആ ഭാഗത്താണ് വന്നത്. അതിങ്ങനെ തെക്ക് ഭാഗത്താണ് വന്നത്. പിന്നെ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നീ പോവുകയാണ്. ഇത് തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ പ്രചരണ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണാറ്. അങ്ങനെയാണ് പറയുന്നത് ഇവർ മറ്റേ കടലിൽ പോകുന്ന ആളുകൾ പറഞ്ഞു തന്നത്. മത്സ്യബന്ധന തൊഴിലാളികളും കാര്യമായിട്ട് അവരാണ് പറഞ്ഞു തന്നത് എങ്ങനെയാണ് സംഭവം അല്ല. എന്തായാലും വളരെ കൗതുകമുള്ള പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാലുശ്ശേരിയിലുള്ള ആളാണ്. ഇന്നലെ രാത്രിയാണ് ഇത്തരം ഈ ഒരു കടൽ വലിഞ്ഞ കാര്യം പറഞ്ഞത്. അതേ തുടർന്ന് നിരവധി ആളുകൾ ഈ കൗതുകമുള്ള കാഴ്ച കാണാനായി. കാരണം ഒരു വശത്ത് കടൽ പ്രക്ഷുബ്ധമായി കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് കരയെ സ്പർശിക്കാതെ തിരകൾ ഏതാണ്ട് 200 മീറ്റർ അകലെ വെച്ച് തന്നെ അത് കടലിൽ തന്നെ ലയിക്കുന്നു. മറുവശത്തേക്ക് വരാതെ ഒരുപാട് നേരം കൂടി ഒറ്റ തവണയാണ് ആ തീരത്തേക്ക് അടിച്ചത്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇന്നലെ സൗത്ത് ബീച്ച് ഭാഗത്തു നിന്നും ആരംഭിച്ചത് വടക്കോട്ട് വരും തോറും ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വന്നായിരുന്നോ ബീച്ചില്? ഇല്ല. ബീച്ചിൽ എവിടെ വീട് എവിടെ? ഇവിടെ തന്നെയാ. ഇതിപ്പോ ഇങ്ങനെ കാണാറുണ്ടോ സ്ഥിരമായിട്ട് കടല്? ഇല്ല, ഞാനിപ്പോ ഈ പ്രാവശ്യം മാത്രമേ കാണുന്നത്. കടൽ വലിഞ്ഞു കണ്ടിട്ടില്ല ഇങ്ങനെ? ഇല്ല. അത് തന്നെയല്ല, ഈ തിര വരുമ്പോഴും ഒരു വശത്ത് തിരയുണ്ട്. ആ ഭാഗത്തുണ്ട് കുറെ ദിവസം ആ ഭാഗത്ത് തിരയുണ്ട്, ഈ ഭാഗത്ത് തിരയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കും. എനിക്കറിയാം ഈ ഭാഗത്തെ തിര ഞങ്ങൾ പറയായിരുന്നു, ഇവിടെ തിരയില്ലായിരുന്നു. അങ്ങനെ എന്താന്ന് അറിയില്ല. അല്ല, ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാൻ പറ്റുമോ എന്താ? അറിയില്ല, എനിക്കും അറിയില്ല. അവരാരും പറഞ്ഞിട്ടില്ല. ഇല്ല. അതാണ് ഈ കുറച്ചു ദിവസമായി ഇത്തരം ഈ തിരകളുടെ ഒരു കുറവ് കാണുന്നുണ്ട്. പക്ഷേ ആരും ഇത് പ്രത്യേകിച്ച് എന്താണ് കാരണമെന്ന് പറഞ്ഞില്ല എന്ന് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളടക്കം ഇന്ന് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് എത്തിയിട്ടില്ല. അങ്ങേയറ്റം അപൂർവമായൊരു പ്രതിഭാസമെന്നാണ് ഈ കാഴ്ചക്കാർ പറയുന്നത്. നേരത്തെ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഏതാണ്ട് 5 വർഷം മുമ്പ് സമാനമായ രീതിയിലുള്ളൊരു കടൽ ഉൾവലിഞ്ഞ സാഹചര്യമുണ്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഭാഗത്ത് മാത്രം തിരകളില്ല. ചെളി അടിഞ്ഞു നിൽക്കുന്ന സ്ഥലം കാഴ്ച കാണാനായി ഒരുപാട് പേര് ഈ ബീച്ച് ഭാഗത്തേക്ക് എത്തുന്നുമുണ്ട്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പല പ്രദേശത്തും കടൽ പൂർവ്വസ്ഥിതിയിലായെങ്കിൽ പോലും ഈ കോർപ്പറേഷൻ ഓഫീസിന് സമീപത്തായുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് തീരം തൊടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തിര ഒരുപാട് അകലെയായി കടൽ ഏതാണ്ട് നിശ്ചലമായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് മറുവശത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് കാണാൻ ഒരുപാട് ആളുകൾ വരികയും ചെയ്യുന്നുണ്ട്.